ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ രുചികരമായ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന രീതി പരിചയപ്പെടാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഇന്ന് കാണിക്കുന്നത്. ഞാനിന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് ജീരകശാല അരിയാണ്, നമ്മുടെ ചെറിയ അരി. അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് കപ്പിലാണോ അരി അളക്കുന്നത് അതിന് 1 കപ്പിന് 1.5 കപ്പ് എന്ന തോതിൽ വെള്ളം തിളയ്ക്കാൻ വെക്കണം ആദ്യമായി തന്നെ. ഇനി അതിലേക്ക് ആ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ഒരു എരിവുള്ള പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി ഇത്രയൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മസാലയ്ക്ക് വേണ്ടി ഒരു 3 കഷ്ണം കറുവപ്പട്ട, ഒരു 4-5 ഏലക്ക, കുറച്ച് ഗ്രാമ്പു, ഒരു ചെറിയ നുള്ള സാജീരകം ഇത്ര എടുത്ത് വെച്ചു. ഇനി ഒരു ബിരിയാണി പോട്ടിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3 സവോള കനം കുറച്ച് സ്ലൈസ് ചെയ്തത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് കോരി മാറ്റിയ ശേഷം കാഷ്യൂനട്ടോ കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കോരി മാറ്റിയതിന് ശേഷം നമ്മുടെ മസാല, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക അതെല്ലാം കൂടി ഒന്ന് ആ എണ്ണയിലേക്കിട്ട് ചൂടാക്കാം. ഇനി നമ്മൾ കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ച അരി ആ നെയ്യിലേക്ക് ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. അധികം മൊരിയണ്ട, എന്നാലും ഏകദേശം ഒന്ന് വെള്ളമൊക്കെ പറ്റി ഒന്ന് ചൂടായി വരണം നന്നായിട്ട്. അരി നന്നായിട്ട് ചൂടായി ഒന്ന് വറുത്ത ഒരു പരുവമാകുമ്പോൾ അതിന് ചെറിയൊരു സൗണ്ടൊക്കെ കേൾക്കാം. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു സ്മെല്ലൊക്കെ വരും. അങ്ങനെ നമ്മുടെ അരി റെഡിയായിട്ടുണ്ട്. അരിയിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്നിട്ട് അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. നമ്മുടെ നെയ്ച്ചോറിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ചേർത്താൽ. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് ഒരു അല്പം മുന്നേ നിൽക്കണം. ആ വെള്ളം അതൊന്ന് ഇളക്കി നോക്കിയിട്ട് ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം. തിളച്ച വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ അത് പിന്നെ വേകാൻ വലിയ താമസമില്ല. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവോള ഒരു പിടിയെടുത്ത് അതിലേക്ക് ചേർക്കണം. അതിനുശേഷം ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്തു. 1.5 ടീസ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ വെള്ളമൊക്കെ തിളച്ച അരിയൊന്ന് ഏകദേശം ഒന്ന് മുകളിൽ കാണാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്കതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റിന് ശേഷം ഞാനൊരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് പാത്രത്തിലായതുകൊണ്ട് നെയ്യൊക്കെ വളരെ കുറച്ച് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിന് നെയ്യ് അല്പം കൂടി ഒഴിക്കുവാണെങ്കിൽ അതിന് ടേസ്റ്റ് കൂടും. ഇളക്കിയ ശേഷം ഒന്നുകൂടെ മൂടി വെച്ചു. നമ്മുടെ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് മല്ലിയിലയും നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ച ഫ്രൈ ചെയ്ത് വെച്ചതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റും കൂടെ അടപ്പ് മൂടി വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തു. നമ്മുടെ രുചികരമായ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ഒന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക് യു.